നമ്മൾ ലാസ്റ്റ് പഠിച്ച കാര്യം ഐഡന്റിറ്റീസ് ഒക്കെ എല്ലാ ദിവസങ്ങളിലും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അതെ നമ്മൾ ലാസ്റ്റ് പഠിച്ച കാര്യത്തിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലാസ്റ്റ് പഠിച്ച കാര്യം ഇതായിരുന്നു, ഫാക്ടറൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ. ഫാക്ടറൈസ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ. അതില് p² + 6p + q എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തു. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം x + a × x + b എന്ന് പറയുന്ന ഐഡന്റിറ്റി അല്ലെ. x + a × x + b, x + a × x + b എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സറിയൊന്ന് മ്യൂട്ട് ചെയ്തോ. x + a × x + b. ആമിന പറഞ്ഞോടാ. x + a × x + b. x² plus a plus b into x plus ab അല്ലെ. x² plus a plus b into x plus ab ആണ്. അപ്പൊ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു ടേം കിട്ടാനായിട്ട് എ ബിയുടെ പ്രോഡക്റ്റ് എടുക്കണം. അതേപോലെ തന്നെ മിഡിൽ ടേം കിട്ടാനായിട്ട് എയുടെയും ബിന്റെയും സം എടുക്കണം അല്ലെ. പ്രോഡക്റ്റും സമ്മും വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. നമ്മൾ കണ്ട കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുമ്പോൾ മക്കൾ നോക്കാം, q² - 10q + 21 കിടക്കുന്നത് അല്ലെ. അപ്പോ അവിടെയും നമുക്ക് എന്ത് വേണം? പ്രോഡക്റ്റും വേണം, സമ്മും വേണം. അതായത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ a × b ആണ്. അതേപോലെ തന്നെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? a + b ആണ്. അപ്പൊ പ്രോഡക്റ്റ് a × b ആണെങ്കിൽ a × b എന്ന് പറയുന്ന ടേം ഏതാണ്? a × b ചെയ്താൽ എത്രയാണ് കിട്ടേണ്ടത്? സറിയൊന്ന് മ്യൂട്ട് ചെയ്തേ. ആരോമലെ കുട്ടാ പറയടാ. ഇന്നലെ നീ ഉണ്ടായിരുന്നു എന്നോട് പറയരുതട്ടാ. ഞാൻ ഉണ്ടായിരുന്നു, ഭാഗ്യം. ഓക്കെ, a × b ചെയ്താൽ എന്താ കിട്ടേണ്ടത്? a × b ചെയ്ത a b കിട്ടും. നമുക്ക് ഈ ക്വസ്റ്റ്യനില് ഏത് വാല്യൂ ആണ് a b കണ്ടുപിടിച്ചാൽ കിട്ടണം, അല്ലെങ്കിൽ a b എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ ആണ്? ഇന്നലെ എടുത്താ പഠിച്ചാ? ഫോർമുല പഠിച്ചിട്ട് കാര്യമില്ല, ഇന്നലെ എടുത്ത പഠിച്ചാലേ കിട്ടുള്ളൂ. സാറേ ഇമ്പോസിഷന്റെ ടൈം ആയിന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇമ്പോസിഷൻ എഴുതാം എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 5 ടൈംസ് ഇമ്പോസിഷൻ കൊടുക്കാം അല്ലെ മക്കളെ? ഈ ഒരു ക്വസ്റ്റ്യൻ 5 ടൈംസ് ഇമ്പോസിഷൻ കൊടുക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്കിലും പഠിക്കും അല്ലെ? യെസ്. അപ്പോ ആരോമലെ 5 ടൈംസ് എഴുതി കാണിക്കാട്ടാ. ഇന്ന് മുങ്ങാന്ന് വിചാരിക്കണ്ടേ, ഇന്ന് മുങ്ങിയ നീ പൊങ്ങളോസ് അല്ലേ? ആ ഓക്കെ, പൊക്ക് ഞാൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആളാരാണ്? ആരുണി പറയടാ. പ്രോഡക്റ്റ് എ ബി എന്ന് പറഞ്ഞതിൽ ഏത് ടേമാ കിട്ടേണ്ടത്? ഇന്നലെ എടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചായിരുന്നോ? ഇല്ല മിസ്സേ, പഠിക്കാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല. ക്ഷീണോണെന്ന് തോന്നണല്ലേ? കൊടുക്കാല്ലേ ഒരു 3 ടൈംസ് വീണ്ടും? 5 ആയിരുന്നല്ലേ നേരത്തെ? സോറി, 5 ടൈംസ്. അപ്പൊ എഴുതി തുടങ്ങിക്കോ, ഇപ്പൊ തന്നെ എഴുതി തുടങ്ങിക്കോ. പ്രോഡക്റ്റ് എന്താണ് കിട്ടേണ്ടത്? പ്രോഡക്റ്റ് എ ബി എന്ന് പറഞ്ഞാൽ ഏത് ടേം ആണ്? കോൺസ്റ്റന്റ് ടേം, ദാറ്റ് ഈസ് 21 ആണ് എ ബി ചെയ്താൽ കിട്ടേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ a + b ചെയ്താൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? ഈ ക്യൂവിന്റെ കോഎഫിഷ്യന്റ് ആണ് കിട്ടേണ്ടത്. ഇവിടെ ക്യൂവിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? -10 ആണ് അല്ലെ. അപ്പൊ നമുക്ക് a + b ചെയ്താൽ എന്തും കിട്ടണം? -10ഉം കിട്ടണം. ക്ലിയർ ആണ് പറഞ്ഞ കാര്യം? അപ്പൊ 21 എന്നുള്ളത് പ്രോഡക്റ്റ് ആണ്, സം എന്നുള്ളത് -10 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ? പ്രോഡക്റ്റ് 21 കിട്ടുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? പ്രോഡക്റ്റ് 21 കിട്ടുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട് എന്ന് ആലോചിച്ച് പറഞ്ഞേ. പ്രോഡക്റ്റ് 21 കിട്ടാനായിട്ട് ഒന്നില്ലെങ്കിൽ 1 × 21, അല്ലെങ്കിൽ 3 × 7. ഇതല്ലേ നിങ്ങൾക്ക് ഇപ്പൊ അറിയുള്ളൂ അല്ലെ? 1 × 21 അല്ലെങ്കിൽ 3 × 7. 1 × 21 എടുത്താൽ എന്തായാലും 10 എന്നുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് പിന്നെ പോസിബിൾ ആയിട്ടുള്ളത് ഏതാണ്? 3 × 7 ആണ്. ശരിയല്ലേ? That is 3 × 7 is equal to 21 ആണ്. 3 × 7 is equal to 21 ആണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ അടുത്ത് നോക്കേണ്ട കാര്യം എന്താണ്? സം ചെയ്താലും നമുക്ക് -10 കിട്ടുമോ?
സം ചെയ്താലും നമുക്ക് -10 കിട്ടുമോ? കിട്ടുന്നുള്ളൊരു തംസപ്പ് കാണിച്ചേ. 3 into 7 ചെയ്താൽ 21 3 into 7 ചെയ്താൽ -10 കിട്ടുമോ? ആഷ്നെ എന്താണ് അഭിപ്രായം? ഇങ്ങനെ നിൽക്കണ അഭിപ്രായമാണാ? ഇങ്ങനെയുമല്ല. എന്താണ് അഭിപ്രായം? 3 into 7 ചെയ്താൽ 21 കിട്ടും. അതേപോലെ 3 plus 7 ചെയ്താൽ 10 കിട്ടും അല്ലെ? 3 plus 7 ചെയ്തിട്ടുണ്ടെങ്കിൽ 10 കിട്ടും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് വേണ്ടത് എന്താണ്? -10 ആണ് വേണ്ടത്. -10 ആണ്. അപ്പൊ -10 കിട്ടാനായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. 3ഉം 7ഉം ആഡ് ചെയ്താൽ 10 കിട്ടും. ഇവിടെ ഞാൻ ഒരു നെഗറ്റീവും കൊടുത്താൽ അത് നെഗറ്റീവ് ആകൂലേ? അല്ലെ? 2 നമ്പേഴ്സിന്റെ സൈൻ സെയിം ആയിട്ട് വന്നാൽ നമുക്ക് നെഗറ്റീവ് എഴുതാൻ പറ്റും അല്ലെ? അതേപോലെ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരെണ്ണം 3ഉം 7 ആയിട്ടും അടുത്ത -3ഉം -7 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? ഒരിക്കലുമില്ല. -3ഉം -7 ആണ് എടുക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും നമ്മൾ എന്ത് തന്നെ എടുക്കണം? -3 ആൻഡ് -7 തന്നെ എടുക്കണം. ശരിയല്ലേ? അപ്പോ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? -3 into -7 എടുക്കാം. ദാറ്റ് ഈസ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ്? പോസിറ്റീവ് ആണ്. ക്ലിയർ ആണ് പറഞ്ഞ കാര്യം? ഓക്കെ ആണല്ല? അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ മക്കൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്? ആദ്യം നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സം വെച്ചിട്ട് 10 സം കിട്ടുന്ന എത്രയോ നമ്പേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് എടുക്കുക. ദാറ്റ് ഈസ് 21 ആണ് പ്രോഡക്റ്റ് അല്ലെ? അപ്പൊ 21 കിട്ടുന്ന രീതിയിൽ 21 കിട്ടുന്ന ഏതൊക്കെ നമ്പേഴ്സ് പോസിബിൾ ആണ്? 21 കിട്ടാനായിട്ട് 3 into 7 ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ 3 into 7 എന്നുള്ള കേസ് എഴുതി. 3 into 7 ചെയ്താൽ 21 ആണ്. അപ്പൊ നിങ്ങൾ അടുത്ത് നോക്കേണ്ടത് നമുക്ക് ഇനി വേണ്ടത് എന്താണ്? -10 ആണ്. -10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 2 നമ്പേഴ്സിന്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിലേ -10 കിട്ടുള്ളൂ. അല്ലെങ്കിൽ ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ ചെയ്താൽ കിട്ടണം. പക്ഷെ ഈ കേസിൽ അത് പോസിബിൾ അല്ല അല്ലെ? മൈനസ് ചെയ്താൽ 4 ആയി പോകും. ഡിഫറൻസ് 4 ആയി പോകും. അപ്പൊ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻസ് തന്നെ വരണം. സെയിം സൈൻ തന്നെ വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് Yes, that is -3 plus -7 that is equal to -10 കിട്ടി. അതായത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ q² - 10q plus 21 എന്നുള്ളത് എങ്ങനെ എഴുതാം? q² - 3q - 7q plus 21 എഴുതാം. ക്ലിയർ ആണ് പറഞ്ഞ കാര്യം? ഓക്കെ ആണ്? അതായത് ഇവിടെ കിട്ടിയ നമ്പേഴ്സ് ഏതാണോ അവന്മാരെ വെച്ചിട്ടാണ് നമ്മൾ ആ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോ ഇവിടെ -10q ആണ് വന്നതെങ്കിൽ ആ -10q പകരമാണ് നമ്മളിപ്പോ എന്ത് എഴുതിയിരിക്കുന്നത്? -3q - 7q എന്ന് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണ് പറഞ്ഞ കാര്യം? കിട്ടിയ എല്ലാവർക്കും? കിട്ടാത്തില്ലല്ല? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. പ്രോഡക്റ്റ് വെച്ചാണ് നമുക്ക് ആ നമ്പേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതേടാ ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് 2 ടേംസിനെ ക്ലബ് ചെയ്യും, നെക്സ്റ്റ് 2 ടേംസിനെ ക്ലബ് ചെയ്യും. ഈ രീതിയിലല്ലേ ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഫസ്റ്റ് 2 ടേംസിനെ ക്ലബ് ചെയ്താൽ ആര് കോമൺ ആണ്? സാറേ ഒരാളൊന്ന് മ്യൂട്ട് ചെയ്തോ. ഫസ്റ്റ് 2 ടേംസിനെ ക്ലബ് ചെയ്താൽ ആരാണ് കോമൺ ആയിട്ടുള്ളത്? അവന്തിക പറഞ്ഞേടാ. Q കോമൺ ആണ്. സോ ഫസ്റ്റ് 2 ടേംസിൽ Q കോമൺ ആണ്. അപ്പൊ ഞാൻ ഒരു Q ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി ആരുണ്ടാവിടാ? Q ഉണ്ട് അല്ലെ? Q ഉണ്ട്. Q² എന്ന് പറഞ്ഞാൽ ഒരു Q കൂടി ഉണ്ട്. -3q Q ഔട്ട് സൈഡ് വന്നു. അപ്പൊ ബാക്കി ആരുണ്ട്? 3 ഉണ്ട്. സോ Q - 3 എന്നായി. ശരിയല്ലേ? അപ്പൊ Q into Q - 3 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്താണ്? ആ Q - 3 തന്നെ അടുത്തൊരു ടേമിലും വരണം. ശരിയല്ലേ? അപ്പൊ അതിനാണ് നമ്മൾ അടുത്ത ട്രൈ ചെയ്യാൻ പോണത്. ഇവിടെ നമുക്ക് ഈ -7q 21 നോക്കിയാൽ ആര് കോമൺ ആണ്? 7 എടുത്താലും 21 എടുത്താലും -7 കോമൺ ആണ് അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ -7 ഔട്ട് സൈഡ് എടുക്കുന്നു. -7 ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ Q വരും, സംശയമില്ലല്ലോ. ബാക്കി അവിടെ Q മാത്രമേ ഉള്ളൂ. പക്ഷെ -7 പോയി കഴിഞ്ഞാൽ 21 പിന്നെ ബാക്കി ആരുണ്ട്? -7 പോയി കഴിഞ്ഞാൽ 21 ആകാൻ എന്ത് വെച്ചാ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക? -3 വെച്ചാണ് അല്ലെ ആരവേ? -3 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക.
ദാറ്റ് ഈസ് -3. ഓക്കെ ആണോ? കിട്ടിയ? അപ്പൊ നമുക്ക് Q-3 തന്നെ കിട്ടി. പക്ഷെ നിങ്ങൾ എടുക്കുന്നത് 7 ആയിരുന്നെങ്കിൽ അല്ലെ, 7 ആയിരുന്നെങ്കിൽ എന്താണ് സൈനില് മാറ്റം വന്നാലേ. ഓക്കെ ആണോ? അപ്പൊ ദേടാ Q into Q-3 -7 into Q-3, അതായത് Q-3 എന്നുള്ളത് നമുക്ക് എന്തായിട്ട് കിട്ടി? കോമൺ ആയിട്ട് കിട്ടി അല്ലെ. Q-3 കോമൺ ആണെങ്കിൽ നമുക്ക് ഇതേ Q-3 ഔട്ട് സൈഡ് എടുക്കാം. എടുത്തൂടെ? Q-3 ഔട്ട് സൈഡ് എടുത്തു. ബാക്കി ആരൊക്കെ ഉണ്ട്? ആരവേ പറഞ്ഞടാ. Q-3 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ ഉണ്ട്? സാറേ എനിക്കൊരു ചൂരല് വേണം, നല്ല ചൂരല്. ബാക്കി വരും അല്ലേ? കളയാലേ നമുക്ക് അതിന്. ബ്രാക്കറ്റിൽ ആരൊക്കെയാണ്? Q-7 ഉള്ളൂ. ഇങ്ങനെ എഴുതാ, Q-7 ബാക്കിയാണെന്ന് പറഞ്ഞ് എഴുതും. ചൂരൽ എന്തിനാണെന്ന് മനസ്സിലായാ ഞാൻ ചോദിച്ചത്? മനസ്സിലായി. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ചൂരലല്ല, ഞാൻ വരും അങ്ങോട്ട് മാളയ്ക്ക് കേട്ടാ. Q-3 into Q-7. ഓക്കെ ആണോ? കിട്ടിയ എല്ലാവർക്കും? അപ്പൊ Q-3 into Q-7. ഇനി ചിലപ്പോ നിങ്ങൾക്ക് സ്കൂളിൽ ഇതേ ഈ 3+7 തന്നെ വെച്ച് ഇവിടെ സൈൻ മാറ്റി പഠിപ്പിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാ നമ്പേഴ്സും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കേസ് വെച്ചിട്ടാണ് ഇത് തന്നെ കോമൺ ആയിട്ട് പറഞ്ഞു പോയത്. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ പക്കയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. കാരണം ഇത് ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണ്. പോസിറ്റീവ് ആണെങ്കിൽ എല്ലാത്തിന്റെയും കേസിൽ പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. കാരണം എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട ഒരു ഐഡിയ ആണ്, 2 നമ്പേഴ്സ് നെഗറ്റീവ് ആണെങ്കിൽ പ്രോഡക്റ്റ് എടുത്താൽ പോസിറ്റീവ് ആയിരിക്കും, ആഡ് ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ Q-3 into Q-7 കിട്ടി. ബിലാലെ ഡൗട്ട് ആണോ? എന്താണ് ഡൗട്ട് ചോദിച്ചോടാ. അൺമ്യൂട്ട് ചെയ്യ്. കമോൺ കമോൺ. തെറ്റല്ലേ? Q+3 into Q+7 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയേ. കിട്ടുവോ? ഇല്ല. അതാണ് പറഞ്ഞത് തെറ്റാണെന്ന്. ഏട്ടാ അതല്ലേ പറഞ്ഞത്. 3യുടെ കേസിൽ -3ഉം -7ഉം ആഡ് ചെയ്താൽ -10 കിട്ടുള്ളൂ. അപ്പൊ നെഗറ്റീവ് അവിടെ വന്നില്ലെങ്കിൽ ആൻസർ തെറ്റി. ഓക്കേടാ? യെസ്, ഒന്നുകൂടി ചെയ്ത് നോക്ക്. തെറ്റിയെങ്കിൽ ഇത് ഒന്നുകൂടി ചെയ്ത് നോക്ക്. പഠിച്ചിട്ട് അടുത്തേക്ക് പോയാൽ മതി. അതിനാനേ കൂട്ടാ പറയടാ. Q² - 3Q. ഇവിടെ നമുക്ക് കിട്ടിയ 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? -3ഉം -7ഉം ആണ് അല്ലെ. ആ നമ്പേഴ്സ് വെച്ചാണ് നമ്മൾ ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഇവിടെ കിട്ടിയത്? -3, -7 ആണ്. അപ്പൊ -3Q എന്നും എഴുതാം. അടുത്തതിന് -7Q എന്നും എഴുതാം. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് x² + a + b into x + ab എന്നല്ലേ. അപ്പൊ മിഡിൽ ടേം എന്ന് പറഞ്ഞാല് a + b എന്നുള്ള ഫോമിലല്ലേ വരുന്നത് അല്ലെ. അതായത് ഇവിടെ -3 + -7 into ഏതാണ്? Q എന്നുള്ള ഫോമിലാണ്. അപ്പോ അതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിന് പകരമായിട്ടാണ് നമ്മൾ ഒറ്റയടിക്ക് എഴുതിയിരിക്കുന്നത്. -3Q എന്നും എഴുതാം, അടുത്തത് -7Q എന്നും എഴുതാം. ഓക്കെ ആണല്ലോ? ദെൻ എന്താടാ നാലാമത്തെ സ്റ്റെപ്പ്? നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇതാണോ? Q into Q-3. Q into Q-3 എന്താണ്? ബ്രാക്കറ്റിന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കാൻ. Q² - 3Q Q കോമൺ ആണ്. അപ്പൊ Q ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പൊ ബാക്കി എന്തുണ്ട്? അവിടെ Q-3 ഉണ്ട് അല്ലെ. ദെൻ നെക്സ്റ്റ് -7 എടുക്കാനുള്ള കാരണം എന്താണ്? എനിക്ക് അവിടെ വേണ്ടത് Q-3 തന്നെയാണ് അല്ലെ.
അപ്പൊ Q-3 തന്നെ ആക്കിയാലല്ലേ കോമൺ ആയിട്ട് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ Q-3 തന്നെ നമുക്ക് അവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ -7 എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ +7 എടുത്ത് നോക്കിക്കോ. +7 എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും. +7 എടുത്ത് കഴിഞ്ഞാൽ ആ ടേമില് എന്തായിട്ട് വരും? -Q+3 കിട്ടുള്ളൂ. അത് പോസിബിൾ അല്ല. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നേരെ സൈൻ റിവേഴ്സ് ചെയ്യാം കേട്ടോ. ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഈ കാര്യങ്ങൾ പറയുവാണ്. ഇത്രയേ ഉള്ളൂ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 21 കിട്ടണം, സം എന്ന് പറഞ്ഞാൽ -10 കിട്ടണം അല്ലെ. വെറുതെ 10 ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ പണിപ്പെടണ്ട. ജസ്റ്റ് എല്ലാ സൈനും സെയിം സൈൻ തന്നെ ആയിരിക്കും. പക്ഷെ -10 ആണ് കിട്ടേണ്ടത്. അപ്പൊ -10 കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കുക. അതായത് 21 കിട്ടാനുള്ള 2 നമ്പേഴ്സ് 3ഉം 7ഉം ആണ്. അതിൽ തന്നെ നെഗറ്റീവ് സം ആയിട്ട് വരണമെങ്കിൽ എന്താണ്? രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ സൈനുകൾ ഡിഫറെന്റ് ആയിരിക്കണം അല്ലെ. സൈൻ ഡിഫറെന്റ് ആണെങ്കിൽ ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ ചെയ്യുമ്പോൾ ലാർജർ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കാൻ പറ്റും അല്ലെ. അതല്ലെങ്കിൽ സെയിം സൈൻ വന്നാലും നമുക്ക് നെഗറ്റീവ് ഇട്ട് കൊടുക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്തായാലും ഡിഫറൻസ് എടുത്താൽ 4 ആയി പോകും. ആ കേസ് പോസിബിൾ അല്ല. പിന്നെ വരുന്നതാണ് സെയിം സൈൻ ഇട്ട് കൊടുത്താൽ ആഡ് ചെയ്താൽ സെയിം സൈൻ കിട്ടും. അപ്പോഴാണ് നമ്മൾ -3ഉം -7ഉം കൊടുക്കുന്നത്. സോ -3 + -7 = -10. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? മിഡിൽ ടേമിന് ആ രീതിയിൽ ഇവിടെ കിട്ടുന്ന ഏത് നമ്പേഴ്സ് ആണോ ആ നമ്പേഴ്സ് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ. അപ്പോ ഇവിടെ വരുന്ന വേരിയബിൾ എന്താണോ അത് വെച്ചിട്ട് -3ഉം 7ഉം ആണ്. അപ്പൊ -3Q എന്നും എഴുതി, -7Q എന്നും എഴുതി. ഓക്കേടാ. പിന്നെ ഫസ്റ്റ് 2 ടേംസ് ഗ്രൂപ്പ് ചെയ്യുക, നെക്സ്റ്റ് 2 ടേംസ് ഗ്രൂപ്പ് ചെയ്യുക. അവരിലെ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ഔട്ട്സൈഡ് എടുക്കുന്നു, ചെയ്യുന്നു. ഇത്രയാണ് അവിടെ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് വെച്ച് തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. p² + 6p - 16. ഓക്കെ, വേഗം ഒന്ന് ചെയ്തു നോക്കി. അവന്തിക, എന്താണ്? ഡൗട്ട് തന്നെയാണോ? ഞങ്ങൾക്ക് ഇത് സ്കൂളിൽ പഠിപ്പിച്ചപ്പോ ഈ ഐഡന്റിറ്റി വെച്ചല്ല പഠിപ്പിച്ചേ. ഇത് ഒരു മെത്തേഡ് പോലെ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം സെയിം തന്നെയാ ഞാൻ പറഞ്ഞത്. മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് തന്നെയാ പറഞ്ഞത്. ഐഡന്റിറ്റി അതൊന്നും പറഞ്ഞില്ല. ആ, വേണമെങ്കിൽ ഐഡന്റിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാന്ന് മാത്രം. ഞാൻ പറഞ്ഞ മെത്തേഡ് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് തന്നെയാണ്. ഇന്നലെ ഉണ്ടായിരുന്നില്ലെന്നോ? ഇന്നലെ ഉണ്ടായിരുന്നാ? ഇന്നലെ യെസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് കണ്ടോ? ഓക്കെ, ശരിയാണ്. ആരോമൽ ഫയർ ഒന്നും പറയാനില്ല, വെറും തീ അല്ലേ സാറേ? ഓരോരുത്തരും ഒരു തവണ ചെയ്ത് കഴിഞ്ഞപ്പോ ആരോമലയുടെ 6 ടൈംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അതാണ് അല്ലേ? അല്ല, ഞാൻ കുറച്ച് കൂട്ടി നോക്കിയതാണ്. എങ്ങനെ സമ്മതിച്ചാല അല്ലേ? വീണ്ടും വെറുതെ ഇരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? സി വഴിക്ക് വരരുതെന്നാണ് പറയണത്. ഓക്കട്ടെ, എത്ര പേര് തനിയെ കണ്ടുപിടിക്കുന്ന അറിയാലോ? എത്ര പേരാണ് തനിയെ ചെയ്യാൻ പോണത്? ആരാണ് സാറേ? ജോന കഴിഞ്ഞു. അടിപൊളി. ആരോമല രക്ഷയുണ്ടാ? മിസ് എന്നെ കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ. അനാനെ രക്ഷയുണ്ടാ? ഞാനിങ്ങനെ ഓട്ടക്കണ്ട കിട്ടോക്കണ്ട മിസ് എങ്ങാൻ കണ്ടാല അല്ലെ ചോദിച്ചാല പണി വാളി. അതെ അതെ അതെ, ഓൺലൈൻ ആയതുകൊണ്ട് രക്ഷയില്ല. വികാരങ്ങളൊന്നും മറക്കാൻ പറ്റുന്നില്ല അല്ലെ? അല്ല നസ്നീനെ, എത്ര പേർക്ക് കിട്ടിയത് ചെയ്യാനായിട്ട്? എത്ര പേർക്ക് കിട്ടി? ഓക്കെ, ഇത് കൃഷ്ണ, റഷ്ദാൻ, ഇവാന, ജോന, ഋഗ്വേദ്, ദേവഗുട്ട. കിട്ടിയില്ലേടാ? അതെന്താ കിട്ടാത്തത്? നിങ്ങള് ലോജിക്, നെഗറ്റീവ് നമ്പേഴ്സിന് ലോജിക് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ. ആലോചിക്കുക. പ്രോഡക്റ്റില് നെഗറ്റീവ് വരണമെങ്കിൽ ഒരെണ്ണത്തിനെ നെഗറ്റീവ് പാടുള്ളൂ എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാം അല്ലെ? പ്രോഡക്റ്റില് നെഗറ്റീവ് വരണമെങ്കിൽ ഒരെണ്ണത്തിനെ നെഗറ്റീവ് പറ്റുള്ളൂ. നെഗറ്റീവിന്റെ നെഗറ്റീവ് പോസിറ്റീവ് ആയി പോകും. അപ്പൊ നെഗറ്റീവ് വരണമെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ നെഗറ്റീവ് വന്നാൽ നെഗറ്റീവിന്റെ പോസിറ്റീവ് നെഗറ്റീവ് കിട്ടും. ശരിയല്ലേ? ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടാവുന്നുള്ളൂ നമ്പേഴ്സ് ഒക്കെ.
16 ആണ് വേണ്ടത്. ആകെ 16ന്റെ 2 കേസ് അറിയുള്ളൂ അല്ലേ? അപ്പൊ ഏതൊക്കെ എടുക്കാൻ പറ്റും? 16 പ്രോഡക്റ്റ് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? സാർ ഒരാളെ മ്യൂട്ട് ചെയ്തോ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ AB, ദാറ്റ് ഈസ് പ്രോഡക്റ്റ് കിട്ടേണ്ടത് എത്രയാണ്? ജോന പറയടാ, പ്രോഡക്റ്റ് കിട്ടേണ്ടത് എത്രയാണ്? -16 ആണ്. ഓക്കെ മിടുക്കി. ദെൻ സം കിട്ടേണ്ടത് എത്രയാണ്? സാറേ അടുത്താരാണ്? ദേവകൃഷ്ണ പറഞ്ഞോടാ. ഓക്കെ ജോവാൻ എന്നെ പറഞ്ഞല്ലേ. ദേവകൃഷ്ണ സം കിട്ടേണ്ടത് എത്രയാണ് മോനെ? സം കിട്ടേണ്ടത് എത്രയാണ്? 6 ആണ് കിട്ടേണ്ടത്. അപ്പൊ സാർ അടുത്ത ആള് പറഞ്ഞോട്ടെ. -16 അല്ലെങ്കിൽ 16 പ്രോഡക്റ്റ് കിട്ടാൻ ഏതൊക്കെ 2 നമ്പേഴ്സ് പോസിബിൾ ആണ്? അദ്വൈത ജി, 16 എന്ന് പറയുന്ന നമ്പർ കിട്ടാനായിട്ട് ഏതൊക്കെ നമ്പേഴ്സ് പോസിബിൾ ആണ്? 2 4 2 into 4 16 ആണോ? 4 into 4 16. ഓക്കെ അപ്പൊ അദ്വൈത് പറഞ്ഞിരിക്കുന്ന 4 into 4 16. പിന്നെ അത്ര ഉള്ള കഴിഞ്ഞ അതേ പോവേണോ? പണി കഴിഞ്ഞല്ലേ? 4 into 4 എനിക്കറിയാവുന്ന 16 4 into 4 ആണ്. മിസ്സേ കഴിഞ്ഞു. അങ്ങനെയാണോ? അങ്ങനെ അല്ലാട്ടോ ചെയ്യേണ്ടത്. എന്താണ്? പ്രോഡക്റ്റ് 16 കിട്ടണം. അറ്റ് ദ സെയിം ടൈം സം എത്ര കിട്ടണം? 6 കിട്ടുന്ന 2 നമ്പേഴ്സ് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ശരിയല്ലേ? അല്ലേ? അപ്പൊ പ്രോഡക്റ്റ് 16 കിട്ടാനായിട്ട് 4 into 4 പോസിബിൾ ആണ്. പക്ഷെ 4 - 4 ഒക്കെ ചെയ്താലേ 4 + 4 ചെയ്താലും സം നമുക്ക് എന്താകൂല? 6 ആകൂല അല്ലേ? അപ്പൊ നമുക്ക് എന്തെടുക്കാം? 16 എന്ന് പറഞ്ഞാൽ 4 into 4 ആണ്. അതേപോലെ തന്നെ 2 into 8 എന്ന് പറഞ്ഞാൽ 16 അല്ലേ? അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 2 into 8 16 ആണ്. നമുക്ക് വേണ്ടത് എന്താ? -16 വേണം. -16 വേണമെങ്കിൽ ഒരു നമ്പറിൽ എന്ത് വേണം? നെഗറ്റീവ് വേണം അല്ലെ? 8ലും 2വിലും ഈ 2 നമ്പേഴ്സ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. ഇതിൽ ഒരു നമ്പറിന് നെഗറ്റീവ് കൊടുക്കുകയാണ്. ഒരു നമ്പറിൽ നെഗറ്റീവ് കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് നമ്പറിൽ കൊടുക്കും? അതൊരു ലോജിക്കാണ്. ഏത് നമ്പറിലായിരിക്കും നെഗറ്റീവ് കൊടുക്കുന്നത്? 8ന് കൊടുക്കുവോ നെഗറ്റീവ്? 2വിന് കൊടുക്കുവോ നെഗറ്റീവ്? 8നാണെന്നുള്ളവർ തംസ് അപ്പ്. 8നാണെന്നുള്ളവർ തംസ് അപ്പ്. യെസ്, കുറച്ചു പേരുണ്ട്. 2വിനാണെന്നുള്ളവർ, ബാക്കി എല്ലാവരും 2വിനാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടാണോ ഒന്നും ചെയ്യാത്തത്? അല്ല, 2വിനാണെന്നുള്ളവർ. ഓക്കെ, അപ്പോ 8നാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ 8ന് നെഗറ്റീവ് കൊടുത്താൽ -8 + 2 എന്ന് പറഞ്ഞാൽ ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ, ലാർജർ നമ്പറിന്റെ സൈൻ ഇടുമ്പോൾ -6 നല്ലേടാ വരിക അല്ലേ? -6 ആണോ നമുക്ക് വേണ്ടത്? ആണോ? അല്ല, പോസിറ്റീവ് വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു നമ്പറിന് നെഗറ്റീവും ഒരു നമ്പറിന് പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ ലാർജർ നമ്പറിന്റെ സൈൻ ആയിരിക്കും സമ്മിൽ വരുന്നത്. ശരിയല്ലേ? ലാർജർ നമ്പറിന്റെ സൈൻ ആയിരിക്കും സമ്മിൽ വരുന്നത്. അപ്പൊ ദേ ഇവിടെ സമ്മിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് സൈൻ അല്ലേ? പോസിറ്റീവ് സൈൻ അല്ലേ? അപ്പൊ ലാർജർ നമ്പർ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ശരിയല്ലേ? അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജർ നമ്പറിന്റെ സൈൻ ആയിരിക്കും സമ്മിൽ വരാം, ദാറ്റ് ഇസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോ 2 and -8 എന്നുള്ളത് എന്തല്ല? പോസിബിൾ അല്ല. ഏതിനാണ് നമുക്ക് നെഗറ്റീവ് ഇട്ട് കൊടുക്കേണ്ടത്? 2വിനാണ് നെഗറ്റീവ് കൊടുക്കേണ്ടത്. അതായത് 8 പോസിറ്റീവും 2 എന്ന് പറയുന്ന നെഗറ്റീവുമായിരിക്കും. അപ്പോഴാണ് നമുക്ക് സമ്മ് 6ഉം കിട്ടും, അതേപോലെ തന്നെ പ്രോഡക്റ്റ് -16ഉം കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ 2 നമ്പേഴ്സ് കിട്ടി അല്ലെ? 8ഉം -2ഉം ആണ്. ആ 2 നമ്പേഴ്സ് കിട്ടി. നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. p² പ്ലസ് എന്തെഴുതാം? ഫസ്റ്റ് നമ്പർ 8 ആണ്. സോ 8p. സെക്കൻഡ് നമ്പർ -2 ആണ്. അപ്പൊ എന്തെഴുതാം? -2p -16 എഴുതാം. എഴുതിക്കൂടെ? ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? സാർ എടുത്താൽ അൺമ്യൂട്ട് ചെയ്തോ? അനാൻ കുട്ട പറയടാ. p² + 8p -2p -16. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാ? ക്ലബ് ചെയ്യണം. ഫസ്റ്റ് 2 ടേംസ് ക്ലബ് ചെയ്തു, നെക്സ്റ്റ് 2 ടേംസ് ക്ലബ് ചെയ്തു. അപ്പൊ എന്ത് വന്നു? p കോമൺ ആണ്. സോ p ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി ഫസ്റ്റ് ടേമിൽ എന്ത് വരും? p തന്നെ വരും. മിടുക്കൻ. പ്ലസ് നെക്സ്റ്റ് ടേമിൽ എന്ത് വരും?
8 വരും. കാരണം p into p p സ്ക്വയർ ആയും പോയി. അതേപോലെ തന്നെ 8 into p എന്ന് പറഞ്ഞാൽ 8p യുമായിട്ട് പോയി. ഓക്കെ, മിടുക്കൻ. നെക്സ്റ്റ് അടുത്ത ആള് സാറേ രാഹുൽ കുട്ട പറയടാ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടേമിൽ ആരാണ് കോമൺ ആയിട്ടുള്ളത്? -2. വെരി ഗുഡ്. -2 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കി എന്ത് വരും? p വരും. ഇനി ഇവിടെ -16 കിട്ടണമെങ്കിൽ എന്താണ്? +8 ആയിരിക്കണം. എന്നാലല്ലേ നമ്മള് -2 into 8 ചെയ്യുമ്പോൾ -16 കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. p+8 ആണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് p+8 ആക്കി കിട്ടിക്കണം അല്ലെ? ആ രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ p+8 എന്നുള്ളത് കോമൺ ആയി വന്നു. ഫസ്റ്റ് ടേമിലും ഉണ്ട്, നെക്സ്റ്റ് ടേമിലും ഉണ്ട്. അപ്പൊ നമുക്ക് p+8 കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, സോ p+8 കോമൺ ആണെങ്കിൽ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരു p യും ഉണ്ട്, ഇവിടെ ഒരു -2 ഉണ്ട്. സോ p+8 into p-2 എന്ന് കിട്ടി എല്ലാവർക്കും. ഓക്കെ ആണോ? സെബേ കിട്ടിയിട്ടാണ്? മനസ്സിലാവാഞ്ഞിട്ടാണ്? ഉറങ്ങിയാണ്? എന്താണ് അവസ്ഥ? തല പുകഞ്ഞ് ആലോചിക്കുകയാണോ? അല്ലെങ്കിൽ ചെയ്യ് വേഗാവട്ടെ. സോ p+8 into p-2 എന്ന് കിട്ടും. p+8 into p-2. റഷ്ദാനെ ആൻസർ സെയിം തന്നെ വരുവാടാ. ലാസ്റ്റത്തെ എഴുതണോട്ടെ. ലാസ്റ്റ് സ്റ്റെപ്പ് p+8 into p-2 എന്ന് എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. p+8 into p-2. സോ p+8 into p-2 കിട്ടിയില്ല എല്ലാവർക്കും? അപ്പോ ഈ ക്വസ്റ്റ്യൻസ്, ഈ 3 ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായി ചെയ്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് ആ ഒരു സ്പീഡിൽ കിട്ടുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് പണിയെടുത്താലൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ചെയ്ത് നന്നായി പഠിക്കുക. ഈ 3 ക്വസ്റ്റ്യൻസ് ഒന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴും എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് അത് വീണ്ടും വീണ്ടും ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. ഓക്കെ, സോ p+8 into p-2 എന്ന് കിട്ടി. മാം ഐ റൈറ്റ് p മനസ്സിലായില്ല ഇവാന? ഓക്കെ, അപ്പൊ എല്ലാവരും ചാടി എണീറ്റേ നോക്കട്ടെ. എല്ലാവരും ചാടി എണീറ്റോ? എനിക്ക് മറ്റേ പാട്ടാണ് ഓർമ്മ വരുന്നത്. അടുത്തത് ഇതേപോലെ തന്നെ. ഇപ്പൊ നമ്മൾ ഫാക്ടറൈസ് ആണ് ചെയ്തത്. ഇനി കുറച്ച് ഡിവൈഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നും ഇല്ല ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വേഗം വേഗം ചെയ്യാ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നോക്കി എല്ലാവരും. Work out the following divisions. Work out the following divisions. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാം. സിമ്പിൾ ആണ്, ഒന്നുമില്ല. 10x minus 25 divided by 5. നിങ്ങൾ ചടപടി ഇന്നത്തെ എക്സാമിന് പഠിച്ചവരാണെങ്കിൽ വിത്തിൻ 1 minute ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ചടപടി എന്ന് പറഞ്ഞ് ചെയ്ത് എല്ലാവരും നോക്കട്ടെ എത്ര പേര് ഇന്ന് എക്സാമിന് പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം. 10x minus 25 by 5 ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? സാറേ ഫസ്റ്റ് ഒരാൾ അൺമ്യൂട്ട് ചെയ്തോ. സെബ പറഞ്ഞോടാ. ഞാൻ പഠിച്ചിട്ടില്ല മിസ് എന്ന് പറയും. അപ്പ ഇമ്പോസിഷൻ ആണ്. ഇതിനെങ്ങനെ എഴുതാം? 10x minus 25 by 5 എങ്ങനെ എഴുതാം? 10x 5x 5 2x minus 5 by 5 എന്നിട്ട് എന്ത് ചെയ്യും? ഇത്രയും കിട്ടിയിട്ട് ബാക്കി കിട്ടുന്നില്ല അല്ലെ? ഭീകരത്തിയാണല്ലോ ഭീകരത്തി. 2x minus 5 5 5 ക്യാൻസൽ ചെയ്ത് 2x minus 5 ഇത് പറയാനാണ് ഇത്ര നാണം. 2x minus 5 കറക്റ്റ് ആൻസർ ആണ് ഏട്ടാ. ചെയ്ത കാര്യം കറക്റ്റ് അല്ലേ? 10 എടുത്താലും 25 എടുത്താലും 5 കോമൺ ആണ്. 5 ഔട്ട് സൈഡ് എടുക്കാം. 5 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 2x minus 5 വരും by 5. 5 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2x minus 5. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഡിനോമിനേറ്റേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം, പ്രശ്നമില്ല ഏട്ടാ. ഓക്കെ മിടുക്കി. ദെൻ സെക്കൻഡ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് ചെയ്യാൻ പോകുന്നത്?
10x minus 25 divided by 2x minus 5. 10x minus 25 by 2x minus 5. Vaishnav. Yes, Vaishnave gutta. Come on. എങ്ങനെ ചെയ്യോടാ? വൈഷ്ണവ് അൺമ്യൂട്ട് ചെയ്യാൻ എന്തൊരു സമയം എടുക്കും? എപ്പോഴും ഇങ്ങനെയാണല്ലേ മക്കളെ? Come on. 10x minus 25 by 2x minus 5 എങ്ങനെ ചെയ്യും? ആ പറയടാ പറയ്. 5 25 കട്ട് ചെയ്യാം അല്ലെ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ 5 25 കട്ട് ചെയ്താ പോരേന്നാ? ഇന്നലെ ഞാനിത് പറഞ്ഞു 100 തവണ. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇൻഡു ആണ്, അതൊക്കെ കേട്ടിട്ടുണ്ട്. ഇൻഡു ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. മൈനസും പ്ലസും വന്നാൽ നമുക്ക് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ ഒന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നാ പറഞ്ഞത്? കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഔട്ട്സൈഡ് എടുത്ത് ചെയ്യാം അല്ലെ? അപ്പൊ 10x minus 25 എടുത്താൽ ആര് കോമൺ ആണ്? 10xലും 25ലും ആര് കോമൺ ആണ്? 5 കോമൺ ആണ്. 5 ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി എന്തുണ്ടാവോടാ? 2x ഉണ്ടാകും അല്ലെ? 5 into 2 10 ആണ്. 10x ആവണമെന്നുണ്ടെങ്കിൽ 2 into x ചെയ്യണം. മൈനസ് 25 കിട്ടണമെങ്കിൽ 5 into 5 ആണ് 25. ശരിയല്ലേ? അപ്പൊ 5 into 2x minus 5 divided by 2x minus 5. സോ സിമ്പിൾ. ഇതൊരു ടേം ആണ്, ഇതൊരു ടേം ആണ്. ക്യാൻസൽ ചെയ്ത് ആൻസർ എത്ര കിട്ടി? 5 കിട്ടി. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ക്യാൻസൽ ചെയ്തത്? 5 into 2x minus 5 ആണ്. ഇൻറ്റു ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. പ്ലസ് ആയിരുന്നെങ്കിൽ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. മൈനസ് ആയിരുന്നെങ്കിൽ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? ചെയ്ത് കിട്ടിയ എല്ലാവർക്കും? കിട്ടണുണ്ടാ? ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തനിയെ കിട്ടണം. അതാണ് ഈ ചാപ്റ്ററിലെ ബാക്കി കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതിനുള്ള തെളിവ് കേട്ടാ. തെറ്റിക്കരുത്. കിട്ടിയില്ലേ എല്ലാവർക്കും? അടുത്തതിലേക്ക് പോവാം. തരട്ടെ അടുത്ത ക്വസ്റ്റ്യൻ. റെഡി ആണോ? യെസ്, ചെയ്യാൻ റെഡി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10y into 6y plus 21 divided by 5 into 2y plus 7. 10y into 6y plus 21 divided by 5 into 2y plus 7. 5 into 2y plus 7. Ten y into 6y plus 21 divided by 5 into 2y plus 7. യെസ്, ഇതെങ്ങനെ ചെയ്യും? ആന്റോണിയോ, എന്താണ് അഭിപ്രായം ആന്റോണിയോ? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വല്ല ഐഡിയ ഉണ്ടോ? പറഞ്ഞ മോനെ. സ്റ്റക്കായി പോയാ? ഓക്കെ, വൈഗ പറയടാ. 10y into 6y plus 21 by 5 into 2y plus 7. ആരെങ്കിലും ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ആരെങ്കിലും ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ആരെയൊക്കെ ക്യാൻസൽ ചെയ്യാ? 10yയും 2yയും എന്താണ് ഇത് ഇങ്ങനെയൊക്കെ പറയണത്? ഇത്രയും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? 10yയും 2yയും 6y ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പറ്റണ കേസ് പറ. ആരെയൊക്കെ തമ്മിൽ ക്യാൻസൽ ചെയ്യാം? 10yയും 2y. 10y എവിടെ കിടക്കണം? 2y എവിടെ കിടക്കണം? 2y ബ്രാക്കറ്റിന് ഉള്ളിൽ കിടക്കണം, 10y ബ്രാക്കറ്റിന് ഔട്ട് സൈഡ് കിടക്കണം.
ഇപ്പൊ എന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലായി മുന്നത്തെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല അല്ലേ വൈകേ? കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റഡി സെക്ഷനിൽ കയറാണ്ടായപ്പോ തന്നെ ഞാൻ ഊഹിച്ചു. എന്താണ് അപ്പൊ ഇവിടുത്തെ അഭിപ്രായം? 10y-യും 2y-യും അല്ലെങ്കിൽ 6y-യും 2y-യും ഒക്കെ ക്യാൻസൽ ചെയ്യാന്നാണ് വൈക പറയണത്. തെറ്റാണ് കേട്ടാ. ഞാൻ തൊട്ട് മുന്നുകൂടി പറഞ്ഞുള്ളൂ നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ബ്രാക്കറ്റിനുള്ളിലുള്ള ടേമും ഔട്ട്സൈഡുള്ള ടേമും കൂടി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ബ്രാക്കറ്റിന് ഔട്ട്സൈഡ് നടക്കുന്ന ടേമുകൾ തമ്മിൽ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ടുള്ള ആളെ പുറത്തേക്ക് കൊണ്ടുവന്ന് വേണമെങ്കിൽ ചെയ്യാം. അതല്ലാതെ തോന്നിയ പോലെ ഇവിടെ ഇങ്ങനെയൊക്കെ ഇട്ട് വെട്ടാൻ നമുക്ക് പറ്റില്ല. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ, പ്ലസും മൈനസും ആണെങ്കിൽ നടക്കില്ല. അപ്പൊ ദേ ഇവിടെ ഞാൻ ചെയ്യുവാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യോടാ? ഈ 5-ഉം 10-ഉം ക്യാൻസൽ ചെയ്യും. 5 10-ല് 2 ടൈംസ് പോകും അല്ലേ? അപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണ് 2y-യും ഈ 2y-യും ക്യാൻസൽ ചെയ്യണം. നടക്കോ? നടപ്പിലാകോ? കാരണം അതൊരു ബ്രാക്കറ്റിനുള്ളിലുള്ള ടേം ആണ്, ഇത് ബ്രാക്കറ്റിന് ഔട്ട്സൈഡ് ഉള്ള ടേം ആണ്. അപ്പൊ നടക്കൂല അല്ലേ? അപ്പൊ നമ്മൾ ആ 2y എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റിനുള്ളിലേക്ക് നോക്കുമ്പോ 6y + 21-ല് ഒരാള് കോമൺ ആണ്. ആരാണ് കോമൺ? 3 കോമൺ അല്ലേ? 6-ലും 3 ഉണ്ട്, 21-ലും 3 ഉണ്ട്. 6 എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്. 21 എന്ന് പറഞ്ഞാൽ 7 × 3 ആണ്. ശരിയല്ലേ? അപ്പൊ ഞാൻ 3 ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി ഇവിടെ ആര് വരും? 3 ഔട്ട്സൈഡ് എടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ 2y ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇത് ഇവിടെ ഇൻഡു തന്നെ എഴുതണം കേട്ടോ. 2y അവിടെ ഉണ്ട് ഓൾറെഡി. അപ്പൊ നമ്മൾ 3 ഔട്ട്സൈഡ് എടുത്താൽ × 3 എന്ന് എഴുതാം. ആ 3 ഔട്ട്സൈഡ് പോന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 6y-ൽ ആരാ ഉള്ളത്? 3 ഔട്ട്സൈഡ് പോന്നു കഴിഞ്ഞാൽ അവിടെ ഒരു 2y ഉണ്ടാകും. പ്ലസ് 21-ന്ന് ഒരു 3 പുറത്തേക്ക് വന്നു. 21-ന്ന് ഒരു 3 പുറത്തേക്ക് വന്നാൽ ബാക്കി അവിടെ ആരുണ്ടാകും? 7 ഉണ്ടാകും. ശരിയല്ലേ? സോ 2y + 7 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 2y + 7 എന്ന് കിട്ടി. അപ്പൊ ദേ ഇതൊരു ടേം ആണ്, ഇതൊരു ടേം ആണ്. നമുക്ക് ദേ എളുപ്പത്തിൽ അത് ഇങ്ങനെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ വൈകെ? ഇൻഡു ആയതുകൊണ്ട് നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്യാം. 2y + 7 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വന്നു? 2 × 3 6 ആണ്, 6y എന്ന് കിട്ടി. 2 × 3 6, 6 × y 6y. ക്ലിയർ ആണോ? കിട്ടണ്ട? കുറച്ച് പേര് നന്നായിട്ട് ചാറ്റിൽ ആൻസർ ഒക്കെ അയക്കുന്നുണ്ട്. കറക്റ്റ് ആണ്, 6y ആണ്. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ സിമ്പിൾ ആവണം എന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ ആ ഒരു ഫ്ലോയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആകും. അതല്ലെങ്കിൽ പണി പാളും കേട്ടാ. ഓക്കെ, കഴിഞ്ഞവർ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. കഴിഞ്ഞവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാ. 4th ക്വസ്റ്റ്യൻ, that is 9x² y² into 3z - 24 divided by 2xy into z - 8. 9x² y² into 3z 32 എന്ന് വായിക്കല്ലേട്ട്. ഇത് z ആണ്. z - 24 divided by 2xy ബ്രാക്കറ്റിൽ x - 8. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണ്? ബ്രാക്കറ്റിന് ഔട്ട്സൈഡ് ഉള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? ബ്രാക്കറ്റിന് ഔട്ട്സൈഡ് ഉള്ള കാര്യങ്ങൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ബ്രാക്കറ്റിന് ഉള്ളിലുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഔട്ട്സൈഡേക്ക് കൊണ്ടുവരാനും പറ്റും. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ 24 ഈ 8 തമ്മിലൊന്നും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ വേഗം ചെയ്തേ, വേഗം ചെയ്തിട്ട് ആൻസർ വരാം. ആരവേ പോരട്ടെ, ആൻസർ ഒക്കെ പോരട്ടെ. ദേവകേ, ദേവക്, ആരവ്, ആരോമലെ കിടന്നൊക്കെ ആയ എഴുത്ത്. യെസ്, ദേ ചാറ്റിലേക്ക് ആൻസർ ഒക്കെ വന്നു കഴിഞ്ഞു. സാറേ ഇപ്പൊ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തോ. അതിത്രി പറഞ്ഞോടാ, എങ്ങനെയൊക്കെ ക്യാൻസൽ ചെയ്യാം നമുക്ക്? ക്യാൻസൽ ചെയ്യാം. അതായത് 9 27 എത്ര ടൈംസ് പോകും?
3 ടൈംസ് പോകും അല്ലെ. പിന്നെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഉണ്ട്. അപ്പോ എക്സ് വൈ ആകും. കാരണം ഇവിടെ ഒരു എക്സ് വൈ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണല്ലേ. അതായത് നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, വൈ സ്ക്വയർ ബൈ വൈ എന്ന് പറഞ്ഞാൽ വൈ ആണ്. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ബാക്കി വന്നിരിക്കുന്നത് എക്സ് വൈ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഇവിടെ 3z മൈനസ് 24 ബൈ z മൈനസ് 8 എന്ന് കിട്ടി. മിടുക്കി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഋഗ്വേദ് കൂട്ടാ പറയടാ. എക്സ് വൈ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? എക്സ് വൈ ഇൻറ്റു 3. മിടുക്കൻ. എക്സ് വൈ ഇൻറ്റു 3 എന്ന് പറയാൻ കാരണം എന്താണ്? ഈ 3z-ലും 24-ലും കോമൺ ആയിട്ട് 3 ഉണ്ട്, ശരിയല്ലേ? 3z എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു z ആണ്, 24 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 8 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 3 കോമൺ ആയിട്ട് എടുക്കാം. സോ ബാക്കി ഇവിടെ എന്തുണ്ട്? z ഉണ്ട്. -3 പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ആരുണ്ട്? 8 ഉണ്ട് അല്ലെ. സോ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു z മൈനസ് 8 എന്ന് കിട്ടി. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാ? ദിവന്മാരങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാ യെസ്, എല്ലാം ശുഭം. ആൻസർ എത്ര കിട്ടി? എക്സ് വൈ കിട്ടി. കിട്ടിയ എക്സ് വൈ ആൻസർ കിട്ടിയ ഒരു ഡാറ്റ എന്നേ, എക്സ് വൈ ആൻസർ കിട്ടിയ ഒരു ഡാറ്റ എന്നേ. ഓക്കെ ആണല്ലോ? കിട്ടിയാൽ എല്ലാവർക്കും. കാർത്തിക് കിട്ടിയില്ലേടാ? യെസ് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഓക്കെ, അപ്പൊ എല്ലാവരും വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് 96 ABC into 3a minus 12 into 5b minus 30 divided by 144 into a minus 4 into b minus 6. സിമ്പിൾ ആണ്, ഒന്നുമില്ല പ്രത്യേകിച്ച് ചെയ്യാനായിട്ട്. അദ്വൈതേ കുട്ട എന്താണ് ഇങ്ങനെ ഇരിക്കണത്? ചെയ്യങ്ങട്. യെസ്, സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം. 96 144. 96-ലും 144-ലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുണ്ട് 96-ലും 144-ലും കോമൺ ആയിട്ട്? യെസ്, 3 മാത്രമാണോ കോമൺ ആയിട്ടുള്ളത് 96-ലും 144-ലും? നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിക്കോ. 96-നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഫാക്ടറൈസ് എല്ലാവർക്കും അറിയാലോ. 96-ല് നമുക്ക് 3 വെച്ച് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എത്ര വരും? 3 ഇൻറ്റു 3 ആണ് 9, 3 ഇൻറ്റു 2 ആണ് 6 അല്ലെ. അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യാം. ദാറ്റ് ഈസ് 32. 32-നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് എത്ര കിട്ടും? പറയ്. 16 കിട്ടുമോ? കിട്ടും അല്ലെ. അഗെയിൻ നമുക്ക് 2 വെച്ച് 16 ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. അഗെയിൻ 2 വെച്ച് 8 ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. അഗെയിൻ 2 വെച്ച് 4 ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. ഇങ്ങനെയാണോ കിട്ടിയത് എല്ലാവർക്കും? 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇതേപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയാ 96-നെയും 144-നെയും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ അടുത്തതിനെയും എന്ത് ചെയ്യും? ഇതേപോലെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. 144-നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് വരും? സാറേ അടുത്തൊരാൾ അൺമ്യൂട്ട് ചെയ്തോ. ആരാണ്? അർലീൻ കുട്ടാ പറയടാ. 144 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഹലോ, എന്താണ് ഞെട്ടിത്തരിച്ചൊക്കെ ഇരിക്കണത്? 144 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 7 2. ദാറ്റ് ഈസ് അഗെയിൻ 2 വെച്ച് ചെയ്യാം അല്ലെ. 7-ല് 2 എത്ര ടൈംസ്? 3 ടൈംസ്. then 36 again 2 1 8 2 8 then 2 again 2 9 again 3 okay, that is നമുക്ക് 96 ABC എന്നുള്ള 96 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റി? 3 ഇൻറ്റു
2 into 2 into 2 into 2 into 2 അതായത് 1 2 3 4 5 2s വന്നു into 3 എന്ന് വന്നു അല്ലേ. ദെൻ എ ബി സി ഉണ്ട് ഇവിടെ ഓൾറെഡി, എ ബി സി ഓൾറെഡി ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ തന്നെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം. 3a - 12 എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് കൂടി കോമൺ ആണ്? 3a - 12 ആര് കോമൺ ആണ്? 3 കോമൺ ആണ് അല്ലെ. അപ്പൊ നമുക്ക് 3 ഔട്ട് സൈഡ് എടുക്കാം. സോ ഞാൻ 3 ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി അവിടെ ആര് വന്നടാ? 3 ഔട്ട് സൈഡ് എടുക്കുന്നു. ബാക്കി a ഉണ്ട്, -12 3 പോയി കഴിഞ്ഞാൽ ബാക്കി 4 ഉണ്ട്. 3 into a - 4 എന്ന് കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് ഇതേപോലെ 5b - 30 ആണ്. 5b - 30 ആര് കോമൺ ആണ്? സർ എടുത്ത് അൺമ്യൂട്ട് ചെയ്തോ. ഇസാനെ 5b - 30 ആരാ കോമൺ ആയിട്ടുള്ളത്? കാണിക്ക്, സ്ക്രീനിൽ കാണിക്ക്. 5b - 30 ആരാണ് കോമൺ? നീ സ്ക്രീനിൽ കാണിച്ചാ മതി. സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കാൻ അറിയില്ലേ? 1 2 3 4 ഇങ്ങനെയൊക്കെ കാണിക്കാൻ അറിയോ? അവൻ കേക്കണില്ല സാറേ, വേറെ എന്തൊക്കെയാണ് ഒന്ന് ചാടി പിടിച്ചോ. ഓക്കെ, സോ 5b - 30 മിത ആരാണ് കോമൺ ആയിട്ടുള്ളത്? ഇതില് 5b - 30 ആരാ കോമൺ? ഫൈവ് ബിന്ന് എങ്ങനെ എഴുതാം? 5b എന്ന് പറഞ്ഞാല് 5 into b. 30 എന്ന് പറഞ്ഞാല് 30യുടെ ഫാക്ടേഴ്സ് 5 in terms of 5. 5 into 6 അല്ലേ. അപ്പൊ രണ്ടിലും 5 കോമൺ അല്ലേ? ആണോ? അപ്പൊ 5 ഔട്ട് സൈഡ് എടുത്തു. 5 ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എന്ത് വന്നു? b -6 വന്നു അല്ലെ. b -6 5 രണ്ടിടത്തുനിന്നും പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ b ആണ്, ഇവിടെ 6 ആണ്. അപ്പൊ b -6 അല്ലേ ഉള്ളൂ അല്ലേ? ഓക്കെ ആണോ? ചെയ്യണുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്നു അല്ലെ. ഇനി 144 നമുക്ക് ഇതേപോലെ തന്നെ ഫാക്ടേഴ്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ അല്ലെ. 144 ഇങ്ങനെ ഫാക്ടേഴ്സ് ആക്കിയിട്ടുണ്ട്. ദാറ്റ് ഇസ് 2 into 2 into 2 into 2 into 3 into 3 into ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുന്നു. ദാറ്റ് ഈസ് a - 4 ഉണ്ട്, b -6 ഉണ്ട്. ഓക്കെ, നമുക്ക് പറ്റുന്ന ടേംസ് ഒക്കെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. പറ്റുന്ന ടേംസ് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു b -6 ഉണ്ട്, ഇവിടെ ഒരു b -6 ഉണ്ട്, ക്യാൻസൽ ആയി പോയി. ഇവിടെ ഒരു a -4 ഉണ്ട്, ഇവിടെയും ഒരു a -4 ഉണ്ട്, ക്യാൻസൽ ആയി പോയി അല്ലെ. പിന്നെ നിങ്ങൾ നോക്ക്, ഇവിടെ 1 2 3 4 2s ഉണ്ട്. 4 2s ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? 4 2s ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെയും ഒരു 3 ഉണ്ട്, ഇവിടെയും 2 3s ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തൂടെ? ബാക്കി ആരാ വന്നിരിക്കുന്നത്? ഇവിടെ 2 into a into b into c, ദെൻ ഇവിടെ ഒരു into 5. സോ 2 into 5 that is 10 ആണ്. 10 ABC എന്ന് കിട്ടും. 10 ABC കിട്ടി എല്ലാവർക്കും ആൻസർ? 10 ABC. നിസാനെ കിട്ടിയാ? അതിനെങ്കിലും റെസ്പോണ്ട് ചെയ്യോ? നോ റെസ്പോൺസ്. ഓക്കെ, സോ 10 ABC. അപ്പോ ഇതേപോലെ വലിയ ക്വസ്റ്റ്യൻ അല്ല, വലിയ നമ്പേഴ്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് നോക്കണം? അതിനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയിട്ട് വേണം. അതിന്റെ ഫാക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. ഫാക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ അതിൽ കോമൺ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? കിട്ടിയില്ലേ ഫൗസാനെ? കിട്ടിയാ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് 5 into 2x plus 1 into 3x plus 5
divided by 2x plus 1. 5 into 2x plus 1 into 3x plus 5 divided by 2x plus 1. സിമ്പിൾ ആയിട്ട് വേഗം പറ ആൻസർ. ആരാണ് സാറേ പറയുന്ന ആൻസർ? അഭിനവേ കുട്ട പറഞ്ഞിടാ. ഒന്നുമില്ല, ഇവന്മാരുണ്ട് ഒരു സെയിം ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അവരെ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. ബാക്കി എന്ത് വന്നു? 5 into 3x plus 5 എന്ന് വന്നു. മിടുക്കൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്ര ഉള്ളൂടാ ചെയ്യാനായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ആ ലോജിക്ക് കത്തിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നെക്സ്റ്റ് ആരാണ് സാറേ? ഹൻഷലെ കുട്ടാ, അടുത്തത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും കേട്ടോ, അതാണ് കോൺഫിഡൻസ്. ഓക്കെ, പറഞ്ഞോ. അപ്പൊ ഇവിടെ എന്തൊക്കെ തമ്മിൽ ക്യാൻസൽ ചെയ്യാം നമുക്ക്? മിടുക്കൻ. 13 26 എത്ര ടൈംസ്? 2 ടൈംസ് ക്യാൻസൽ ചെയ്തു. പിന്നെ എക്സും ക്യാൻസൽ ചെയ്യാം. പിന്നെ വേറെ ആരാ ഉള്ളത് അവിടെ കോമൺ ആയിട്ട്? 4 ആണോ? ഇതൊരൊറ്റ ടേം അല്ലേ, ബ്രാക്കറ്റ് y - 4. ഇവിടെയും y - 4 അല്ലേ? ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ ബാക്കി എന്ത് കിട്ടി? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ബാക്കി ഒരു y ഉണ്ട്, y into x plus 5 എന്ന് കിട്ടി. എന്താ വന്നത്? y into x plus 5 കിട്ടി എല്ലാവർക്കും. ഓക്കെ ആണോ? സോറി, y അല്ല, 2y into x plus 5. ഇവിടെ ഒരു 2 ഉണ്ട് കേട്ടോ. 2y into x plus 5 കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ അതേടാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ 52 pqr into p plus q into q plus r into r plus p divided by 104 pq into q plus r into r plus p. 52 pqr into p plus q into q plus r into r plus p divided by 104 pq into q plus r into r plus p. സിമ്പിൾ ആയിട്ട് വേഗം പറഞ്ഞേ. ആരാ പറയുന്നത്? മഹാദേവ്. കുട്ടാ പറയടാ, ആരെയൊക്കെ ക്യാൻസൽ ചെയ്യാം നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട്? പിയും ക്യൂവും ആദ്യം തന്നെ ക്യാൻസൽ ചെയ്തു. ഇവിടെയും പി ക്യൂ ഉണ്ട്, ഇവിടെയും പി ക്യൂ ഉണ്ട്. ഓക്കെ, പിന്നെ ഏതാടാ? ക്യൂവും ആറും എവിടെയാ ഉള്ളത്? ക്യൂവും ആറും ക്യൂ പ്ലസ് ആറും വ്യത്യാസം ഉണ്ട് കേട്ടാ. ക്യൂ പ്ലസ് ആറും ക്യാൻസൽ ചെയ്യാം. പിന്നെ ആർ പ്ലസ് പിയും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി ഇവിടെ 52 r by 104 വന്നു അല്ലെ. 52 r by 104 into p plus q വന്നു. ഇനി ആരുമില്ല കോമൺ ആയിട്ട്? ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയേ. 52 into 2 എത്രയാ? 52 into 2 104 ആണ്. അപ്പൊ ഇതിനെ ക്യാൻസൽ ചെയ്ത് 2 എഴുതി കൂടെ? എഴുതാം. ദാറ്റ് ഈസ് ആൻസർ വിൽ ബി r into p plus q divided by 2. r into p plus q divided by 2 കിട്ടിയ എല്ലാവർക്കും? ഓക്കെ ആണോ? കിട്ടാത്തവരില്ലല്ല. അപ്പൊ ഈ രീതിയിൽ നമുക്കിത് എല്ലാരും നമ്മൾ ഇതിനു മുന്നേ പഠിച്ച കാര്യങ്ങൾ വെച്ച് ജസ്റ്റ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. കിട്ടണില്ലേ എല്ലാവർക്കും? കിട്ടാത്തവരുണ്ട്. അജോയിലെ കിട്ടണില്ലേടാ? കിട്ടണ്ട്. ഓക്കെ ആണ്. അപ്പൊ അതേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20 into y plus 4 into y square plus 5y plus 3 divided by 5 into y plus 4. 5 into y plus 4. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ.
അല്ലേ? 20 into y plus 4 into y square. y square ആണ്. y square plus 5y plus 3 divided by 5 into y plus 4. യെസ് സാറേ, ആര് പറയും ആൻസർ? ആയിഷ പറയും. യെസ്, ആയിഷ കുട്ടി വേഗം പറഞ്ഞോടാ. ഏതൊക്കെ തമ്മിൽ ക്യാൻസൽ ചെയ്യാം നമുക്ക്? 5 20 4 ടൈംസ് പോകും. പിന്നെ y plus 4ഉം y plus 4ഉം കട്ടായി പോകും. ബാക്കി എന്ത് വരും? 4 into y square plus 5y plus 3 എന്ന് ചെയ്യാം. മിടുക്കി. ഓക്കെ, കിട്ടിയില്ലേ ഗൗരി ശങ്കരി? കിട്ടി. ഓക്കെ ആണ്. സോ 4 into y square plus 5y plus 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ചേട്ടാ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും ഹോംവർക്ക് ആയിട്ട് നോട്ട് ചെയ്തെടുത്തേ. ഹോംവർക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ കഴിയും അല്ലെ? x into x plus 1 into x plus 2 into x plus 3 divided by x into x plus 1. ഒറ്റയടിക്ക് ആൻസർ പറയാം, വേണമെങ്കിൽ ആൻസർ പറയാം. എന്നാലും ഹോംവർക്ക് എന്ന് പറഞ്ഞൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് മറിച്ച് നോക്കുമല്ലോ ഹോംവർക്ക് ആണെന്ന് പറയുമ്പോ. വിഷ്ണു, എന്താണ് ആൻസർ ചെയ്യണ്ട? bracket x plus 2. bracket x plus 2. ആൻസർ ഫുള്ളി പറയൂ. ആൻസർ പറഞ്ഞോ? bracket x plus 2 bracket x plus 3. അതെ, ജസ്റ്റ് ഈ ടേംസ് എന്തായാലും ക്യാൻസൽ ആയി പോയി. എക്സും ഉണ്ട് x plus 1 രണ്ടിലും കോമൺ ആണ്. അപ്പൊ എന്ത് വരും? x plus 2 bracket x plus 2 അങ്ങനെ പറയണ്ടാട്ടോ. x plus 2 into x plus 3 എന്ന് പറഞ്ഞാൽ മതി. x plus 2 into x plus 3. സിമ്പിൾ ആയില്ലേ? ഇപ്പോ എല്ലാം ചെയ്യാൻ കിട്ടണില്ലേ? തൻവി ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ദേ നമ്മള് ഈ ചാപ്റ്ററിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാറ്റഗറി ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാറ്റഗറിയിലേക്കാണ് പോണത്. സോ നോക്കാം, ക്വസ്റ്റ്യൻ ഇതാണ്. y square plus 7y plus 10 divided by y plus 5. y square plus 7y plus 10 divided by y plus 5. എങ്ങനെ ചെയ്യും? y square plus 7y plus 10 divided by y plus 5. ഇവിടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ന്യൂമറേറ്ററിലുള്ള ടേമിനെ നോക്കാം. ന്യൂമറേറ്ററിലുള്ള ടേം ദാറ്റ് ഇസ് y square plus 7y plus 10 ആണ്. ഈ ഒരു ടേം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകണം, ഈ ടേം ദാറ്റ് ഇസ് 10 എന്ന് പറയുന്ന ടേമും 7y എന്ന് പറയുന്ന ടേമും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവണം അല്ലേ? മിഡിൽ ടേം യൂസ് ചെയ്ത് അല്ലെങ്കിൽ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്താണ് നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാന്നുള്ള കാര്യം മനസ്സിലാവണം. എന്തുകൊണ്ടാണ്? y square plus 7y plus 10 നമുക്ക് a plus b the whole square എന്ന് പറയുന്ന ഐഡന്റിറ്റിയോ a minus b the whole square എന്ന് പറയുന്ന ഐഡന്റിറ്റിയോ യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്? y square plus 7y plus 10 നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് ചെയ്യാം. മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ്? പ്രോഡക്റ്റ് 10ഉം കിട്ടണം, അതേപോലെ തന്നെ ആഡ് ചെയ്താൽ 7ഉം കിട്ടുന്ന 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് 10ഉം ആഡ് ചെയ്താൽ 7ഉം കിട്ടുന്ന 2 നമ്പേഴ്സ് എല്ലാവരും സ്ക്രീനിൽ കാണിച്ചേ. പ്രോഡക്റ്റ് 10ഉം കിട്ടണം, ആഡ് ചെയ്താൽ 7ഉം കിട്ടുന്ന 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? യെസ്, 5 and 2 അല്ലെ? 5 into 2 10 ആണ്, 5 plus 2 7 ആണ്. സോ നമുക്ക് ഇതിന് y square plus എങ്ങനെ എഴുതാം? 2ഉം 5 ആണെന്ന് കിട്ടി അല്ലെ? നമ്പേഴ്സ് 2ഉം 5ഉം ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ 2ഉം 5ഉം ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് 2y plus 7y എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 2y plus 5y എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ശരിയല്ലേ? അല്ലെ? മിഡിൽ ടേം ആയിട്ടുള്ള 7y 2y plus 7y എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. പ്ലസ് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. 2y plus 5y plus 10 എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്യും. അപ്പൊ ചെയ്ത കാര്യം മനസ്സിലായ?
നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഇത്ര നേരം ആ കോമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട് വെട്ടിക്കളിച്ചു അല്ലെ. പക്ഷെ ഇനി അത് നടക്കൂല. ഇവിടെ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നെ മനസ്സിലായി എന്താണ്, ഇവിടെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്താലേ ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഐഡന്റിറ്റീസ് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഐഡന്റിറ്റിയുടെ ഫോമിലും വരുന്നില്ല. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അതിനെ ഫാക്ടറൈസ് ചെയ്യുക, സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകണം. 5 into 2 ചെയ്താൽ 10 കിട്ടും, 5 plus 2 ചെയ്താൽ 7 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതി, y² plus 7y പകരമാണ് ഞാൻ എന്ത് എഴുതിയത്, 5y plus 2y എന്ന് എഴുതിയത്. ശരിയല്ലേ? 5y plus 2y പ്ലസ് ബാക്കി ആരാ ഉള്ളത്, 10 ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് 2 ടേംസ് ക്ലബ് ചെയ്യുന്നു, നെക്സ്റ്റ് 2 ടേംസ് ക്ലബ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും സാറേ? ഒരാളെ മ്യൂട്ട് ചെയ്തോ. ഗൗരി പറയടാ, ഫസ്റ്റ് 2 ടേംസ് ക്ലബ് ചെയ്താൽ ആരാണ് കോമൺ ആയിട്ടുള്ളത്? പറഞ്ഞോ, അൺമ്യൂട്ട് ആണ്. y² plus 5y ആര് കോമൺ ആണ്? എടാ പറഞ്ഞോ, സംസാരിച്ചോ, ഹലോ പറഞ്ഞേ. ഇന്നലെയും സെയിം ഇഷ്യൂ ഉണ്ടായല്ല സാർ, ഒന്ന് ചെക്ക് ചെയ്യണേ എന്താന്നുള്ളത്. ഓക്കെ, ആൻജോ കുട്ട പറയടാ, y² plus 5y ആരാണ് കോമൺ ആയിട്ടുള്ളത്? y കോമൺ ആണ്. സോ ബാക്കി എന്ത് വരും, y plus 5 എന്ന് വരും. ദെൻ 2y plus 10 ആര് കോമൺ ആണ്? 2 കോമൺ ആണ്. ദാറ്റ് ഈസ് y plus 5 വരും. സോ നമുക്ക് ഇവിടെ എന്ത് കോമൺ ആയിട്ട് കിട്ടി, y plus 5 കോമൺ ആയിട്ട് കിട്ടി. ദാറ്റ് ഈസ് റിമൈനിങ് എന്തുണ്ട്, y plus 2 ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ദേ y² plus 7y plus 10 പകരം, അതല്ലേ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ y² plus 7y plus 10 പകരം എന്തെഴുതാം, y plus 5 into y plus 2 എന്ന് എഴുതാം. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ y plus 5 കിട്ടി. ഓക്കെ, സോ ഇവർ രണ്ടുപേരെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി y plus 2. കിട്ടിയ ഇത് ചെയ്യാനുള്ള ലോജിക് ഓക്കെ ആണ് എല്ലാവർക്കും? ഇങ്ങനെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യണം. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് 5ഉം 2ഉം എടുക്കണം. ഈ നമ്പേഴ്സ് എടുത്താലാണ് നമുക്ക് പ്രോഡക്റ്റ് 10ഉം അതേപോലെ ആഡ് ചെയ്യുമ്പോൾ 7ഉം കിട്ടുന്നത്. ഈ ഒരു ഐഡിയ നിങ്ങൾ കണക്ട് ചെയ്താൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സെറ്റ് ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ചെയ്തു പോയ ക്വസ്റ്റ്യനില്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരാം. അല്ലാത്തവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം ചെയ്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം ചെയ്തോ. That is m² minus 14m minus 32 divided by m plus 2. പാർവതി ഡൗട്ട് ആണോടാ? യെസ് ചോദിച്ചോ. പാർവതി അൺമ്യൂട്ട്. രക്ഷയില്ലല്ലോ. പിന്നെ നിങ്ങളെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുമ്പോ വേറൊരു കാര്യം നിങ്ങൾ ചെയ്യാം. ഒരു എന്താ പറയാ, ചെറിയൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കാം. നിങ്ങൾക്ക് ഇവിടെ y plus 5 അല്ലേ വന്നിരിക്കണത്. അപ്പൊ നമുക്ക് ആ ടേം ക്യാൻസൽ ആയി പോണ ടേം അല്ലേ എപ്പോഴും കിട്ടേണ്ടത് അല്ലേ. അപ്പോ ഇങ്ങനെ ചിന്തിക്കാം, ഇവിടെ 5 ആണ് വന്നിരിക്കുന്നതെങ്കിൽ 5 into 2 ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത് അല്ലെ. 5 into 2 ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത്. 5 plus 2 ചെയ്യുമ്പോഴാണ് 7 കിട്ടുന്നത്. അപ്പൊ ഒറ്റയടിക്ക് y plus 5 into y plus 2 എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടാ. കാരണം നമുക്ക് എന്തായാലും ഡിവൈഡ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ടേം ആയിരിക്കും വരുന്നത്. അപ്പോ അങ്ങനെയൊക്കെ എളുപ്പത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാം കേട്ടാ. എളുപ്പത്തിൽ ചിന്തിച്ചില്ലെങ്കിൽ നോർമൽ ആയിട്ട് മര്യാദക്ക് ചെയ്താലും മതി. ഓക്കെ, പാർവതി പോയാ വീണ്ടും? യെസ്, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. m² minus 14m minus 32 divided by m plus 2. പാർവതി എന്നൊന്നും ഡൗട്ട് എനിക്ക് തോന്നണില്ല അൺമ്യൂട്ട് ചെയ്ത് വരുന്നല്ലേ.
എടാ ഒരു മിനിറ്റ്, മിസ് ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം കേട്ടാ. ക്ലിയർ പ്രോപ്പർ ആയിട്ട് കേൾക്കുന്നില്ല മോനെ, നെറ്റ് ഇഷ്യൂ ആണ്. ലാസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു തന്നാ മതി കേട്ടാ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എം സ്ക്വയർ മൈനസ് 14m മൈനസ് 32. ഇതിനെ നിങ്ങളൊന്ന് ഫാക്ടേഴ്സ് ആക്കി കാണിച്ചു തന്നേ. എങ്ങനെ പറ്റും? എം സ്ക്വയർ മൈനസ് 14m മൈനസ് 32, എം സ്ക്വയർ മൈനസ് 14m മൈനസ് 32 ഡിവൈഡഡ് ബൈ m പ്ലസ് 2, ഡിവൈഡഡ് ബൈ m പ്ലസ് 2. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇവിടെ m പ്ലസ് 2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, 2വിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടും, 2വിനോട് എന്ത് ആഡ് ചെയ്താൽ 14 കിട്ടും. ഈ രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ ആൻസർ കിട്ടും. മഹാദേവേ കിട്ടിയാ? കിട്ടുവോ? 2 ഏതൊക്കെയാണ് നമ്പേഴ്സ് വരാ? പ്രോഡക്റ്റ് എ ബി, പ്രോഡക്റ്റ് എ ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം? -32 കിട്ടണം. സമ്മ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം? -14 കിട്ടണം. പ്രോഡക്റ്റ് -32 കിട്ടണം, സം -14 കിട്ടണം. അങ്ങനെയുള്ള 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? റഷ്ദാൻ പറഞ്ഞോടാ. ഞാൻ പറഞ്ഞു 2 ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുക അല്ലേ? മിടുക്കൻ. 2 into 16 32 ആണ് അല്ലെ? 2 into 16 എന്ന് പറഞ്ഞാൽ 32 ആണ്. ഞാൻ അങ്ങനെ എളുപ്പത്തിൽ ചിന്തിച്ചതിനുള്ള കാരണം എന്താണ്? ഇവിടെ താഴെ ഒരു 2ന്റെ ടേം വന്നിട്ടുണ്ട്, m പ്ലസ് 2 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ 2 വെച്ചിട്ടായിരിക്കും മിക്കവാറും എന്ത് വരുന്നത്? ന്യൂമറേറ്ററിലും വരുന്നത് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 32ന്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കേണ്ട വരും. 1 into 32 32 ആണ്, 2 into 16 32 ആണ്, അല്ലെങ്കിൽ 4 into 8 32 ആണ്. അങ്ങനെ ഫാക്ടേഴ്സ് എഴുതി നോക്കേണ്ട വരും. ശരിയല്ലേ? അപ്പൊ ഒറ്റയടിക്ക് കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. സോ 2 കിട്ടി. അപ്പോ 2 into 16 32 ആണ്. പക്ഷെ നമ്മുടെ പ്രോഡക്റ്റില് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ആരാണ് വില്ലൻ? നെഗറ്റീവ് വില്ലൻ ആണ് അല്ലെ? കാരണം ഒരാൾക്ക് നെഗറ്റീവ് വരുമ്പോഴേ പ്രോഡക്റ്റില് നെഗറ്റീവ് വരുള്ളൂ. അത് ആർക്കായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സമ്മാണ്. കാരണം സമ്മില് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ലാർജർ നമ്പറിനായിരിക്കില്ലേ നെഗറ്റീവ് സൈൻ വരേണ്ടത് അല്ലെ? എന്നാലല്ലേ നമുക്ക് നെഗറ്റീവ് കിട്ടുള്ളൂ. അപ്പോ 16 നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ -32 കിട്ടും. 2 പ്ലസ് -16 ചെയ്താൽ -14 കിട്ടും. കാരണം എന്താ? ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ, ലാർജർ നമ്പറിന്റെ സൈൻ ആണ് ഇടുന്നത്. അപ്പൊ നമുക്ക് -14 കിട്ടി. അപ്പൊ ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് മനസ്സിലായി അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന് +2 ആണ് വരുന്നത്, നെക്സ്റ്റ് വൺ -16 ആണ് വരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത്രയും ചെയ്താലും മതി. ഒരെണ്ണം +2, അതിന്റെ അല്ലേ നമുക്ക് ഈ m പ്ലസ് 2 എന്ന് അറിയാവുന്നത് അല്ലെ? അടുത്തത് -16 എന്ന് പറഞ്ഞ അടുത്ത ഫാക്ടർ m-16 ആയിരിക്കും. ഇങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആ നമ്പേഴ്സ് മനസ്സിലായി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊന്ന് ചെയ്ത് തരാവണ വരെ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് വേണമെങ്കിൽ ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കാം കേട്ടാ. ദാറ്റ് ഈസ് m സ്ക്വയർ മൈനസ് 14m മൈനസ് 32 ഞാൻ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് m സ്ക്വയർ മൈനസ് 16m പ്ലസ് 2m മൈനസ് 32 എന്നെഴുതി അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് 2 ടേംസ് ക്ലബ് ചെയ്യുന്നു, നെക്സ്റ്റ് 2 ടേംസ് ക്ലബ് ചെയ്യുന്നു അല്ലെ? ഫസ്റ്റ് 2 ടേംസ് ക്ലബ് ചെയ്താൽ m കോമൺ ആണ്, m-ന് ഔട്ട് സൈഡ് എടുക്കുന്നു. ഓക്കെ, ബാക്കി ആരുണ്ട്? m മൈനസ് 16 ഉണ്ട്. പ്ലസ് നെക്സ്റ്റ് ടേമിൽ 2 കോമൺ ആണ്, 2 ഔട്ട് സൈഡ് എടുക്കുന്നു. ബാക്കി ആരുണ്ട്? m മൈനസ് 16 അല്ലേ? ഇങ്ങനെയും ചെയ്യാം, രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ കറക്റ്റ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ രീതിയിൽ ചെയ്യാം. ഏത് രീതിയിൽ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവിടെ 2 എന്ന് പറഞ്ഞ ഫാക്ടർ ഓൾറെഡി നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്, m പ്ലസ് 2. അപ്പൊ അടുത്തത് ഏതായിരിക്കും? m മൈനസ് 16 എന്നുള്ളതായിരിക്കും അല്ലെ? ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ മാർക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ എന്ത് വരും? m പ്ലസ് 2 ഇൻറ്റു m minus 16 divided by m plus 2. But the m plus 2 cancel. Answer will be
m-16. എന്ത് വന്നു? m-16 വന്നു. കിട്ടിയ എല്ലാവർക്കും? സോ m സ്ക്വയർ മൈനസ് 14m മൈനസ് 32 ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് എന്താണ്? ഡിവൈഡഡ് ബൈ m+2. സോ m-16 ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ? പറഞ്ഞ മെത്തേഡ് ഓക്കെ ആണോ? അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റണ്ട. അതായത് ഡിനോമിനേറ്ററിൽ വരുന്ന ടേമിനെ ക്യാൻസൽ ചെയ്യിക്കാന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റനും കൂടി ചെയ്തിട്ട് ഞാൻ നിർത്തുകയാണ്. നിർത്താന്ന് പറഞ്ഞാൽ എന്നേക്കുമായി നിർത്തുകയാണ് അല്ലേ സാറേ? സോ ഒരു ക്വസ്റ്റനും കൂടി നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ദാറ്റ് ഈസ് 5p സ്ക്വയർ മൈനസ് 25p പ്ലസ് 20. തേർഡ് ക്വസ്റ്റ്യൻ. 5p square minus 25p plus 20 divided by p minus 1. 5p square minus 25p plus 20 divided by p minus 1. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അത് ചെയ്യാനായിട്ട്? ന്യൂമറേറ്റർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ന്യൂമറേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും കോമൺ ഉണ്ടാ? ന്യൂമറേറ്ററിൽ 5 കോമൺ ആണ്. 5നെ തന്നെ ഔട്ട് സൈഡ് എടുത്താൽ ആ പണി അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ 5ന് ഔട്ട് സൈഡ് എടുക്കുകയാണ്. കാരണം എല്ലാ ടേമിലും 5ന്റെ ടേംസ് വരുന്നുണ്ട്. അപ്പൊ 5 ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ ബാക്കി p സ്ക്വയർ വന്നു. 25 കിട്ടാനായിട്ട് 5 ഇൻറ്റു എന്ത് ചെയ്യണം? 5 ഇൻറ്റു 5 ചെയ്യണം അല്ലേ? 5 ഇൻറ്റു 5 ചെയ്താലാണ് 25. അപ്പൊ 5p എന്ന് എഴുതാം. 20 കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 20 കിട്ടാനായിട്ട് 5 ഇൻറ്റു 4 ചെയ്യണം. സോ ബൈ p മൈനസ് 1. ഇനി ഒന്ന് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുമോ നോക്കി. p മൈനസ് 1 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂമറേറ്ററിലുള്ള p സ്ക്വയർ മൈനസ് 5p പ്ലസ് 4ന് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? യെസ്, ആര് പറയും സാറേ? മിഷലെ കൂട്ടാ പറയടാ. യെസ്, നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം യൂസ് ചെയ്യാം അല്ലെ? അതായത് 4 കിട്ടാനായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഓൾറെഡി ഒരു -1 ആണ് ഫാക്ടർ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെ? -1 വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ഉം കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -5ഉം കിട്ടണം അല്ലെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4ഉം കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -5ഉം കിട്ടണം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് 4നേക്കാൾ വലുതല്ലേ ഇവിടെ കിടക്കണ ഫാക്ടർ അല്ലെ? 4നേക്കാൾ അല്ലെങ്കിൽ അവിടെ തന്നിരിക്കുന്ന ആ പ്രോഡക്റ്റിനേക്കാൾ വലുതാണ് വരുന്ന ഫാക്ടർ എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? ആഡ് ചെയ്യേണ്ട വരും. ശരിയല്ലേ? അപ്പോ നമുക്കിവിടെ മനസ്സിലായി ഈ പറയുന്ന 4ന് പ്രോഡക്റ്റ് ഓഫ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ഉം 4ഉം തന്നെ ആയിരിക്കും വരുന്നത് അല്ലെ? 1 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലെ? 1 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. അതേപോലെ -5 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? -5 കിട്ടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവും ചിലപ്പോ. -5 കിട്ടണമെങ്കിൽ 1ഉം 4ഉം കൂടി ആഡ് ചെയ്താലല്ലേ 5 കിട്ടുള്ളൂ. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. 1ഉം 4ഉം കൂടി ആഡ് ചെയ്താലേ 5 കിട്ടുള്ളൂ. അപ്പൊ ഞാൻ 1ഉം 4ഉം കൂടി ആഡ് ചെയ്തു. അപ്പൊ 5 കിട്ടി. പക്ഷെ സൈൻ എന്തല്ല? നെഗറ്റീവ് അല്ല. പ്രശ്നമായി അല്ലേ? 1ഉം 4ഉം കൂടി ആഡ് ചെയ്തപ്പോ 5 കിട്ടി. സൈൻ നെഗറ്റീവ് അല്ല. പക്ഷേ രണ്ടിനും നെഗറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആയിട്ട് മാറും. ഓക്കെ ആണോ? അതായത് ഇവിടെ 2 നെഗറ്റീവ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രോഡക്റ്റ് പോസിറ്റീവുമായിട്ട് മാറുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 5 ഇൻറ്റു എങ്ങനെയായിരിക്കും എഴുതാൻ പറ്റുന്നത്? 5 ഇൻറ്റു ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന നമ്പർ -1 ആണ്. -1 വന്നത് കൊണ്ടല്ലേ നമ്മൾ p-1 എഴുതിയിരിക്കുന്നത് അല്ലെ? അപ്പൊ -4 ആണ് അടുത്ത ടേം എങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാന്ന് നേരത്തെ പറഞ്ഞത്? p-1 ഇൻറ്റു p-4 എന്ന് എഴുതാം. സോ ഡിവൈഡഡ് ബൈ p-1. സോ ഇതും ക്യാൻസൽ ആയി. നമുക്കതേ 5 ഇൻറ്റു p-4 എന്ന് കിട്ടി. 5 ഇൻറ്റു p-4.
ചെയ്ത് മനസ്സിലായ? അതല്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ വീണ്ടും എന്ത് ചെയ്യാ, അതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്ത് ചെയ്യാ. ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്നലെ എടുത്ത പോർഷൻ നന്നായി പഠിച്ചിട്ടുണ്ടാവണം. ഇന്നെടുത്ത കാര്യങ്ങൾ മാത്രല്ല, ഫസ്റ്റ് തൊട്ടുള്ള കാര്യങ്ങൾ നന്നായി ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുള്ളൂ. കേട്ടല്ല? ഓക്കെ ആണോ? കിട്ടിയ? കുറച്ചു പേരൊക്കെ വെക്കേഷൻ മോഡിൽ ഇരിക്കുകയാണ് അല്ലേ മഹാദേവേ? എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചു പോവോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും മതി. സോ 5 into p - 4 ഇതുവരെ എല്ലാവർക്കും കിട്ടിയാ? ഓക്കെ ആണോ? അപ്പൊ ജസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ. ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്തായാലും. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ ചാപ്റ്ററിൽ ഇനിയൊരു 3-4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ 4 ക്വസ്റ്റ്യൻസും എല്ലാവരും എന്ത് ചെയ്തിട്ട് വരാം, ചെയ്ത് നോക്കിയിട്ട് വേണം വരാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോ സാറേ എങ്ങനെയാണ്? സർപ്രൈസ് അല്ല, സർപ്രൈസ് അല്ല. സാറ് ഫസ്റ്റ് എന്നൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. എന്തായിരിക്കും? ഒരാൾ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് ആടിയോടി വന്നതാണ്. അതെ, സർപ്രൈസ് എന്നാ ഓൾറെഡി പറഞ്ഞതായിരുന്നു സർപ്രൈസ് അല്ലേ? ആ മോൺസ്റ്റർ വന്നിട്ടുണ്ട് മോൺസ്റ്റർ പഠിപ്പിച്ച് വെച്ചൊക്കെയാണല്ലേ മോൺസ്റ്റർ ആണെന്നൊക്കെ അല്ലേ? എല്ലാ ദിവസവും വരും മക്കളെ. ഞാൻ ഹിബ മാം അല്ല, മോൺസ്റ്റർ ആണ്. ഓക്കെ, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും സോ ക്രിസ്മസ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ വേണ്ടേ?